ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ബാബൽ മദ്ദബ് കടലിടുക്കിൽ സംഘർഷാവസ്ഥ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സങ്ങൾ തുടരുകയാണെങ്കിൽ കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് മുതിർന്ന ഹൂത്തി ഉദ്യോഗസ്ഥൻ നൽകിയിരിക്കുന്ന പുതിയ മുന്നറിയിപ്പ്. ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏഡനെയും ബന്ധിപ്പിക്കുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും കനത്ത പ്രഹരമേൽപ്പിക്കും. അമേരിക്കയും മറ്റു പ്രാദേശിക ശക്തികളും ഇടപെടുന്ന നിലവിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഭീഷണി വലിയ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ബാബൽ മദ്ദബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം കണ്ണീരിന്റെ കവാടം എന്നാണ്. ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും ഇതിന് അർത്ഥവത്തായ പേരാണിത്. ആഫ്രിക്കയെയും അറേബ്യൻ ഉപദ്വീപിനെയും വേർതിരിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള ചരക്ക് നീക്കത്തിന്റെ വലിയൊരു ഭാഗം നടക്കുന്നത്. സൂയസ് കനാൽ വഴിയുള്ള വ്യാപാരത്തിന്റെ പ്രധാന പ്രവേശന കവാടമായ ബാബൽ മദ്ദബ് അടയ്ക്കപ്പെട്ടാൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് ചരക്ക് നീക്കത്തിന്റെ സമയവും ചിലവും വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും. മേഖലയിലെ സമാധാന ചർച്ചകളിൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നാരോപിച്ചാണ് ഹൂത്തികൾ ഇത്തരമൊരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് അവരുടെ നിലപാട്. ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ബാബൽ മദ്ദബിലും സമാനമായ സാഹചര്യം ഉടലെടുക്കുന്നത് കപ്പൽ ഗതാഗത സുരക്ഷയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വൻ ശക്തികൾക്കിടയിലുള്ള നയതന്ത്ര ചർച്ചകൾ ഫലം കാണാത്ത സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെയും മറ്റ് അന്താരാഷ്ട്ര സഖ്യങ്ങളുടെയും സാന്നിധ്യം ചെങ്കടൽ മേഖലയിൽ ഉണ്ടെങ്കിലും തീരദേശത്ത് സ്വാധീനമുള്ള പോരാളികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം വെല്ലുവിളികൾ തള്ളിക്കളയാനാവില്ല. ഡ്രോണുകൾ, മിസൈലുകൾ, മൈനുകൾ എന്നിവ ഉപയോഗിച്ച് കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഇതിനോടകം തന്നെ മേഖലയിൽ വലിയ പേടിയുണ്ടാക്കിയിട്ടുണ്ട്. വാണിജ്യ കപ്പലുകളുടെ ഇൻഷുറൻസ് തുകകൾ വർദ്ധിക്കുന്നതും കപ്പൽ കമ്പനികൾ പാത മാറ്റുന്നതും ആഗോള വിപണിയിൽ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും വഴിവെക്കും. ഊർജ്ജ വിപണിയെ സംബന്ധിച്ചിടത്തോളം ബാബൽ മദ്ദബ് അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയും LNGയും ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. യൂറോപ്പിലെ ഇന്ധന ലഭ്യതയെയും ആഗോള എണ്ണവിലയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ ഉപരോധ ഭീഷണി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ ഓരോന്നായി കപ്പൽ പാതകളിലേക്ക് വ്യാപിക്കുന്നത് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് നിരീക്ഷകർ. ഹൂത്തികളുടെ ഈ നീക്കം കേവലം ഒരു പ്രാദേശിക ഭീഷണിയായി കാണാനാവില്ല. ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനാണ് അവർ ഇതിലൂടെ ശ്രമിക്കുന്നത്. സമാധാന ചർച്ചകളിൽ കൂടുതൽ ആധിപത്യം നേടാൻ സമുദ്രപാതകളെ മറയാക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പല രാജ്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും യമനിലെ ആഭ്യന്തര രാഷ്ട്രീയവും പ്രാദേശിക ശക്തികളുടെ ഇടപെടലുകളും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചും ബാബൽ മദ്ദബിലെ സുരക്ഷ നിർണായകമാണ്. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ സിംഹഭാവവും ഈ പാതയെ ആശ്രയിച്ചാണ്. കടലിടുക്കിലെ ചെറിയൊരു തടസ്സം പോലും ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെയും ഊർജ്ജ ഇറക്കുമതിയെയും സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ മേഖലയിലെ സമാധാനത്തിന് ഇന്ത്യ എന്നും മുൻഗണന നൽകുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ ശക്തികൾക്കിടയിൽ സമവായം ഉണ്ടാവുക മാത്രമാണ് ഏക പോംവഴി. വരുന്ന ആഴ്ചകളിൽ ഹൂത്തികളുടെ നീക്കങ്ങളും അമേരിക്കയുടെ പ്രതികരണങ്ങളും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ പ്രധാനമാകും. ചർച്ചകൾ പരാജയപ്പെടുകയും ഭീഷണി യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ ആഗോള സമുദ്ര സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാകും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആഗോള സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ബാബൽ മദ്ദബിലെ ഓരോ ചലനങ്ങളെയും ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ലോകം വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്.